കുറച്ച് ചോദ്യങ്ങൾ ഫ്രണ്ട്സിന് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്. എന്തൊക്കെയാണ് മാമിന്റെ ഔട്ട്ഫിറ്റിന്റെ ഒരു കോസ്റ്റ് വരുന്നതെന്ന് ജസ്റ്റ് ടിവിയിലൊക്കെയാണല്ലോ. എന്റെ കമ്മലിന് 5000 രൂപ, എന്റെ ഉടുപ്പിന് 100 രൂപ, അതേപോലെ ചെറിയ കുറച്ച് ചോദ്യങ്ങൾ ഫ്രണ്ട്സിന് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ചോദിച്ചോട്ടെ. ഇത് എല്ലാരോടും ഒക്കെ കുറെ തവണയൊക്കെ കേട്ട ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഒരു കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെ, ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് മാമിന്റെ ഔട്ട്ഫിറ്റിന്റെ ഒരു കോസ്റ്റ് വരുന്നതെന്ന് ജസ്റ്റ് ടിവിയിലൊക്കെയാണല്ലോ. എന്റെ കമ്മലിന് 5000 രൂപ, എന്റെ ഉടുപ്പിന് 100 രൂപ, അതേപോലെ ചെറിയ. ഞാൻ അതിനകത്തൊന്നും അത്രയ്ക്ക് അങ്ങനെ ചിന്തിക്കാറുള്ള ആളല്ല. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല. എന്നാൽ ഞാൻ എല്ലാ രീതിയിലുള്ള കോസ്റ്റ്യൂംസ് എടുക്കാറുണ്ട്. ഒരു റേഞ്ചാണ് അറിയേണ്ടത്. ഇന്റർവ്യൂലൊക്കെ കാണാറില്ല. എന്റെ കമ്മൽ ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചാണ്. ഈ കമ്മലിന് എന്തൊക്കെയൊരു 500-600 രൂപയൊക്കെ. അല്ല, ഇതിപ്പോ ഇങ്ങനെ ഒരു പരിപാടിക്കാൻ ഇച്ചിരി നന്നായിട്ട്. ബാക്കി ഉടുപ്പിന് എനിക്ക് തോന്നുന്നു 2000 ആയിട്ട്. അതെ, പറയല്ല. അതെ അതെ. ഓക്കെ, അപ്പൊ അതാണ് ഔട്ട്ഫിറ്റിന്റെ ഒരു കാര്യം. ഓക്കെ, ഇനി ഏതാണ് ഫ്യൂച്ചർ, ലൈക്ക് ഏതെങ്കിലും പ്രൊജക്ടുകൾ ഉണ്ടോ ലൈനിൽ? ഏതൊക്കെയാണ് ഉള്ളത്? ഇപ്പൊ ഉടനെ വരാനിരിക്കുന്ന സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. റെജീസ് ആന്റണി ഡയറക്ട് ചെയ്യുന്ന, PCK ഫെർണാണ്ടസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഹാജു വർഗീസും അനന്യ, ജോണി ആന്റണി അവരൊക്കെയാണ് സ്റ്റാർ. അതിലും മെലഡി തന്നെയാണോ? അത് കുറച്ച് ഫാസ്റ്റ് സോങ് ആണ്, ഡ്യുവറ്റ് ആണ്. കൂടുതൽ അവസരങ്ങൾ അതിലേക്ക് കിട്ടണം എന്നാണ് അല്ലെ? ലൈക്ക് ഫാസ്റ്റ് സോങ്ങിലോട്ട് അവസരങ്ങൾ കിട്ടണം, അല്ലെങ്കിൽ എല്ലാ രീതിയിലും ട്രൈ ചെയ്യണം. എനിക്ക് ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. കുറെ വർഷങ്ങൾ സംഗീതം അഭ്യസിച്ചിട്ടുള്ള ഒരാളല്ലേ? കുറെ വർഷങ്ങളോളം. എന്റെ മ്യൂസിക്കൽ ലേണിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഇത്തിരി കുറവുണ്ട് എനിക്ക്. ലൈക്ക് ഞാൻ കുറച്ചുനാൾ പഠിച്ചിട്ട് പിന്നെ എനിക്ക് ബ്രേക്സ് വന്നിട്ടുണ്ട്. കരിയറിൽ ഓരോ മാറ്റങ്ങൾ വരുന്ന അനുസരിച്ച് കുറച്ച് ബ്രേക്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ലേറ്റ് 20s ഒക്കെ ആകുമ്പോഴത്തേനും ഒരു കരിയർ ഷിഫ്റ്റ് വരുവാണല്ലോ. അതായത് മനസ്സിൽ എപ്പോഴും ഉണ്ട് മ്യൂസിക് ആണെങ്കിലും അതൊരു ഷിഫ്റ്റ് വരുമായിരുന്നല്ലോ. അപ്പൊ അതായത് ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഇതിലോട്ട് വരിക എന്നുള്ളത് എത്രമാത്രം ടഫായിരുന്നു? അതായത് ഫാമിലിയാണ് ഉദ്ദേശിച്ചത്. ഫാമിലി ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിൽ പലർക്കും പേടിയാണ് ഒരു ലേറ്റ് 20s കഴിഞ്ഞ് കഴിയുമ്പോൾ കരിയർ മാറ്റുക എന്നുള്ളതോ. അല്ലെങ്കിൽ എനിക്ക് നേരെ തിരിച്ചാ തോന്നിയത്. നമ്മളൊന്ന് സെറ്റിൽ ആയി വരുന്നത് ഇപ്പം ആരെ ഫീമെയിൽ ആൾക്കാരെ എടുത്ത് നോക്കി ആരെയൊക്കെ എടുത്ത് നോക്കുമ്പോ എനിക്ക് തോന്നിയേക്കുന്നത് ഒരു നമ്മളൊന്ന് സെറ്റിൽ ആയി വരുന്നത് 30s ആണെന്ന് തന്നെയാണ് തോന്നിയേക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 20s അപ്പം അതിന്റെ ഒരു ആ പ്രോസസ്സ് പോയി നമ്മൾ ഒരു പോയിന്റ്, ഇപ്പം എന്നെ തന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന ഞാനിപ്പോ 30s അപ്പൊ ആ ഒരു ഇതിലേക്ക് വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആ ഒരു സക്സസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 30s വരുന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിക്ക് അങ്ങനെ വിഷമമൊന്നും തോന്നിയിട്ടില്ല. പേടിക്കണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ഒരു ടെൻഷൻ ഉണ്ട്, ഞാൻ ഇപ്പൊ ഈ കരിയറിലോട്ടോ അല്ലെങ്കിൽ എന്റെ പാഷൻ പിന്തുടർന്നാൽ എനിക്കൊരു സക്സസ് ഉണ്ടാവോ അല്ലെങ്കിൽ എന്താ. അപ്പൊ അതിനെക്കുറിച്ച് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലായില്ല. മ്യൂസിക്കിലോട്ട് മാത്രമല്ല, ഏതൊരു പാഷനിലോട്ടാണെങ്കിലും അവരുടെ ഒരു ലേറ്റ് 20s വരിക എന്ന് പറഞ്ഞത് എല്ലാവരും എന്താ പറയാ, ഒത്തിരി ലേറ്റ് ആവാണ്ട് നമ്മുടെ ആഗ്രഹത്തിലേക്ക് വരിക തന്നെ ചെയ്യണം. ബിക്കോസ് നമുക്ക് അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. കുറച്ചു നാൾ കഴിയുമ്പോൾ റിഗ്രറ്റ് ഉണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് ഇത് ഫോളോ ചെയ്യാന്ന് വിചാരിച്ചത്. ബിക്കോസ് ഒരു പോയിന്റിൽ ഞാൻ 20s സ്റ്റാർട്ടിങ്ങിലാണ് വർക്കിലേക്ക് വന്നത്. ആ സമയത്ത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ഇതല്ല എന്റെ കോളിംഗ്. ഇതിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ റിഗ്രറ്റ് ചെയ്യും. കാരണം എനിക്ക് എന്തോ മറ്റേ സൈഡിൽ ചെയ്യാനുണ്ട്, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ട് എന്നുള്ളൊരു വല്ലാത്തൊരു ചിന്ത നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഞാനൊരു ഗോഡ്സ് വോയിസ് തന്നെ എനിക്ക് പറയും. നമ്മളുടെ ഒരു ട്രാക്ക് അതായിരുന്നു. അതുകൊണ്ട് എന്നെ അതിലേക്ക് വിട്ടു. പിന്നെ അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് അത് ഏത് ഫീൽഡിലാണല്ലോ ഉണ്ടാവും. അതിപ്പം നമ്മൾ വേറൊരു ഫീൽഡിൽ പോയാലും ഉണ്ടാവും, ഏത് ഫീൽഡിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആ പാഷന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ എത്തിച്ചേരുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ അതെ. അപ്പം ഈ ഫാമിലി പൊതുവെ സിനിമ ഫീൽഡിൽ എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു താല്പര്യക്കുറവ് പ്രകടിപ്പിക്കൂല. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അവരെന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു? എങ്ങനെയായിരുന്നു അത്? എന്റെ ഫാമിലിക്ക് ഞാൻ ഫുൾ ടൈം മ്യൂസിക്കിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞപ്പം ഒത്തിരി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ആർക്കാണല്ലോ ഉണ്ടാവുക. ബിക്കോസ് നമുക്ക് അങ്ങനെ സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റില്ല. ഒരു ഇൻകം സോഴ്സ് ആയിട്ട് എടുക്കാനും എളുപ്പമല്ല.
പക്ഷെ ഒരു പോയിന്റില് എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ കുറച്ചുകൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നൊരു ഇതും കൂടെ വെച്ചിട്ടാണ്. പിന്നെ കല്യാണം സമയത്ത് എന്റെ ഹസ്ബൻഡ് അരുൺ ഭയങ്കര താല്പര്യമായിട്ട് ഇതിനെ വന്നു. ഒത്തിരി സപ്പോർട്ടീവ് ആണ്. ആൾക്കും പാഷൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ആൾക്ക് സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അപ്പം US-ലായിരുന്നു, ആമസോണിൽ ജോലി കളഞ്ഞിട്ടാണ് ആള് ഇവിടെ വന്നത് സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ആ ഒരു താല്പര്യത്തോട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എന്റെ ഒരു പാഷനെ മനസ്സിലാക്കാനും അരുണിന് സാധിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഈ രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഹസ്ബൻഡിന്റെ പേരൻസ് ആണെങ്കിൽ വളരെ സപ്പോർട്ട് ചെയ്യും. ഫാമിലിയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് അല്ലേ? തീർച്ചയായിട്ടും. അടുത്തത് ബിബിത് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ചോദ്യമാണ്, ഈ സന്തൂർ മമ്മി സൗന്ദര്യത്തിന്റെ കാരണം എന്താണെന്ന് വെളിപ്പെടുത്തൽ നടത്താമോ? ഈശ്വര